8085 ആർക്കിടെക്ചർ. 8085ൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ അതിൽ വരുന്ന ഫങ്ഷണൽ യൂണിറ്റ്സും നമ്മൾ പഠിച്ചതായിരുന്നു അല്ലേ. ALU, രജിസ്റ്റേഴ്സ്, ഫ്ലാഗ് രജിസ്റ്റേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇൻട്രൊഡക്ഷനും പറഞ്ഞതാണ്, 8085ൻ്റെ ഇൻട്രൊഡക്ഷനും പറഞ്ഞതാണ്. അപ്പോൾ ഇനി നമുക്ക് അത് ആ രണ്ട് വീഡിയോസും കണ്ടതിന് ശേഷം, അതായത് ഫങ്ഷണൽ യൂണിറ്റ്സിൻ്റെ വീഡിയോസും അതുപോലെ അഡ്രസ് ബസ്, ഡാറ്റ ബസ്, അങ്ങനെയുള്ള കാര്യങ്ങളും പഠിച്ചു, രജിസ്റ്റേഴ്സും പഠിച്ചു, ഇൻട്രൊഡക്ഷനും പഠിച്ചിട്ടുണ്ട്. അതെല്ലാം കണ്ടതിന് ശേഷം മാത്രമേ ഈ ഒരു വീഡിയോ, അതായത് 8085 ആർക്കിടെക്ചർ കാണാൻ പാടുള്ളൂ. എന്നാലേ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുള്ളൂ. ഓക്കെ, മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ, ഈ ഒരു വീഡിയോ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആർക്കിടെക്ചർ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ മുമ്പ് ഇട്ട വീഡിയോസ് കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആർക്കിടെക്ചർ നോക്കാം. 8085 എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മൈക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ എന്താണ്? CPU-നകത്ത് വരുന്ന ഒരു IC ആണ് അല്ലേ. CPU-നകത്ത് കാണുന്ന ഒരു IC ആണ് എന്താ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത്. 40 പിന്നോളം വരുന്ന ഒരു മൈക്രോ പ്രോസസ്സറാണ് നമ്മുടെ 8085 എന്ന് പറയുന്നത്. 8085ൻ്റെ പിൻ ഡയഗ്രാം ഉണ്ട് നമുക്ക് പഠിക്കാൻ. 40 പിന്നോളം വരുന്നതാണ് 8085 എന്ന് പറയുന്നത്. 8085 8-bit മൈക്രോ പ്രോസസ്സറാണ്. ഇതൊക്കെ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറയാം. 8085 എന്ന് പറയുന്നത് ഒരു 8-bit മൈക്രോ പ്രോസസ്സറാണ്. 8-bit ഡാറ്റയാണ് അറ്റ് എ ടൈമിൽ അത് ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. 8085 ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് NMOS ടെക്നോളജിയാണ്. അതുപോലെ തന്നെ 8085 ആദ്യം ഫസ്റ്റ് കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ മൈക്രോ പ്രോസസ്സറാണ്. അത് ഇൻറ്റൽ ഡെവലപ്പ് ചെയ്താണ്. ഇൻറ്റലിൻ്റെ തന്നെ ഫസ്റ്റ് കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈക്രോ പ്രോസസ്സറാണ് 8085 എന്ന് പറയുന്നത്. 8085ൻ്റെ ഡാറ്റാ ബസ്സിൻ്റെ സൈസ് 8 ബിറ്റാണ്. അതുപോലെ അഡ്രസ് ബസ്സിൻ്റെ സൈസ് 16 ബിറ്റുമാണ്. അഡ്രസ് ബസ്സും ഡാറ്റാ ബസ്സും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ അഡ്രസ് ബസ് 16 ബിറ്റ് ആയതുകൊണ്ട് തന്നെ 2⁻16 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 64 ആണ്. 64 KB ആണ് മെമ്മറി കപ്പാസിറ്റി. അല്ലെങ്കിൽ അതായത് അത്രയും അഡ്രസ്സ് ചെയ്യാൻ പറ്റും. 64 KB അഡ്രസ്സ് ചെയ്യാൻ ആർക്ക് പറ്റും? 8085-ന് പറ്റും, 2⁻16. അതുപോലെ തന്നെ 8-bit ഓപ്പറേഷൻ പെർഫോം ചെയ്തുകൊണ്ട് തന്നെ ALU-ൻ്റെ കപ്പാസിറ്റി എത്രയാണ്, സൈസ് എത്രയാണ്? 8 ബിറ്റാണ്. ആ 8 ബിറ്റുള്ള ALU-നകത്ത് 8-bit ഡാറ്റയാണ് 8085 എന്ത് ചെയ്യുന്നത്? ഓപ്പറേഷൻസൊക്കെ 8-bit ഡാറ്റേൻ്റെ മേലെയാണ് പെർഫോം ചെയ്യുന്നത്. ALU-ൻ്റെ സൈസ് 8 ബിറ്റാണ്. ഇതാണ് നമ്മുടെ 8085 ആർക്കിടെക്ചർ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ ഈ ഒരു ആർക്കിടെക്ചർ കാണിച്ചിട്ടുണ്ട്. അതേ സെയിം ആർക്കിടെക്ചർ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ആർക്കിടെക്ചർ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതിലെ ഓരോ ഫങ്ഷണൽ യൂണിറ്റ്സും അറിഞ്ഞിരിക്കണം. ഏതൊക്കെ? അക്യുമുലേറ്റർ എന്താണ്, ടെമ്പററി രജിസ്റ്റർ എന്താണ്, ഫ്ലാഗ്സ്, ALU, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, ഇൻസ്ട്രക്ഷൻ ഡീകോഡർ, രജിസ്റ്റർ സെറ്റ്, സ്റ്റാക്ക് പോയിൻ്റർ, പ്രോഗ്രാം കൗണ്ടർ, ഇതൊക്കെ അറിയാം. എന്നാലേ ആർക്കിടെക്ചർ നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ആ വീഡിയോസ് ആദ്യം കാണണമെന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം രജിസ്റ്റേഴ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഒക്കെ ഉണ്ട് അല്ലേ. നമുക്ക് എങ്ങനെയാണ് വർക്കിംഗ് എന്നുള്ളത് നോക്കാം. മൈക്രോ പ്രോസസ്സറിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് മൈക്രോ പ്രോസസ്സറിൻ്റെ മെയിൻ ഫങ്ഷൻ. അപ്പോൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്താണ് വേണ്ടത്? അഡ്രസ്സ് വേണം. അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യണം. ഫെച്ച് ചെയ്ത ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യണം. ഡീകോഡ് ചെയ്ത ശേഷം അതെന്ത് ചെയ്യണം? എക്സിക്യൂട്ട് ചെയ്യണം. ഫെച്ച് ചെയ്യണമെങ്കിൽ, ഒരു ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യണമെങ്കിൽ ആദ്യം എന്തറിയണം? അഡ്രസ്സ് അറിയണം. അഡ്രസ്സ് എവിടെയാണ് ഉണ്ടാവുക? അതായത് നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് എവിടെയാണ് ഉണ്ടാവുക? പ്രോഗ്രാം കൗണ്ടറിലാണ് ഉണ്ടാവുക അല്ലേ. പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16 ബിറ്റാണ്. 16 ബിറ്റ് അഡ്രസ്സാണ് പ്രോഗ്രാം കൗണ്ടറിനകത്ത് ഉണ്ടാവുക. ഈ അഡ്രസ്സ് എന്ത് ചെയ്യും? അഡ്രസ് ബസ്സിൽ പ്ലേസ് ചെയ്യും. അഡ്രസ് ബസ്സിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നു. അത് എന്നിട്ട് നേരെ മെമ്മറിയിലേക്ക് ഫോർവേഡ് ചെയ്യുന്നു. ഓക്കെ, മെമ്മറിയിൽ നിന്ന് ആ ഇൻസ്ട്രക്ഷൻ എടുക്കുന്നു. ആ ഒരു പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനിൽ നിന്ന്, അതായത് അഡ്രസ് ബസ്സിലുള്ള ആ ഒരു അഡ്രസ്സ് ഉണ്ടല്ലോ, 16 ബിറ്റ് അഡ്രസ്സ്, അത് മെമ്മറിയിൽ എവിടെയാണെന്ന് നോക്കിയിട്ട് ആ ലൊക്കേഷനിലുള്ള ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യുന്നു? ഫെച്ച് ചെയ്യുന്നു. ഫെച്ച് ചെയ്ത് 8-bit ഡാറ്റാ ബസ്സിൽ കൊടുക്കുന്നു. ഡാറ്റാ ബസ്സിൽ എന്താണ് കൊടുക്കുന്നത്? ഡാറ്റ. അതായത് ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യുന്നു? 8-bit ഡാറ്റാ ബസ്സിലോട്ട് കൊടുക്കുന്നു.
ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫിഗർ നോക്കിയാൽ ഒന്നുകൂടി മനസ്സിലാവും. 8 ബിറ്റ് ഇൻറ്റേർണൽ ഡാറ്റാ ബസ് കാണുന്നുണ്ട് യെല്ലോ ലൈനിൽ അല്ലേ. ഡാറ്റാ ബസ് 8 ബിറ്റാണെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. യെല്ലോ ലൈനിൽ ഡാറ്റാ ബസ് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആർക്കിടെക്ചർ വരയ്ക്കുമ്പോൾ ആദ്യം വരയ്ക്കേണ്ടത് ആ ഒരു ഡാറ്റാ ബസ്സാണ്. 8 ബിറ്റ് ഇൻറ്റേർണൽ ഡാറ്റാ ബസ് ആദ്യം അങ്ങോട്ട് വരച്ച് വയ്ക്കുക. എന്നിട്ടാണ് ബാക്കിയുള്ളതെല്ലാം ചെയ്യേണ്ടത്. ഡാറ്റാ ബസ്സിന് എല്ലാ ഫങ്ഷണൽ യൂണിറ്റ്സ് ആയിട്ടും കണക്ഷൻ ഉണ്ടായിരിക്കും. ചിലത് യൂണി ഡയറക്ഷണൽ ആയിരിക്കും, ചിലത് എന്തായിരിക്കും ബൈ ഡയറക്ഷണലും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം രജിസ്റ്റേഴ്സ് നോക്കാം. രജിസ്റ്റേഴ്സ് ഏതൊക്കെയുണ്ട്? ജനറൽ പർപ്പസ് രജിസ്റ്റർ ഉണ്ട്, സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റർ ഉണ്ട്, ടെമ്പററി രജിസ്റ്റേഴ്സ് ഉണ്ട് അല്ലേ. പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഒന്നും കൂടി പറയുകയാണ്. ജനറൽ പർപ്പസ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ബി, സി, ഡി, ഇ, എച്ച്, എൽ, അതൊക്കെയാണ് നമ്മുടെ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. ഇതെല്ലാം എന്താണ്? 8 ബിറ്റാണ് അല്ലേ. രജിസ്റ്റർ സെറ്റ് അതിൽ കാണുന്നുണ്ട് ആ ടേബിളിനകത്ത്. ബി, സി, ഡി, ഇ, എച്ച്, എൽ, അത്രയാണ് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. അതുപോലെ സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്ററിൽ വരുന്നതാണ് ഫ്ലാഗ് രജിസ്റ്റർ. ഫ്ലാഗ് രജിസ്റ്ററിലേക്ക് ഡാറ്റാബേസിൽ നിന്ന് ബൈ ഡയറക്ഷണൽ ആയിട്ടാണ് വരുന്നത്. കാരണം ഫ്ലാഗിൻ്റെ സ്റ്റാറ്റസ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ട ആവശ്യം വരും. സോ ഫ്ലാഗ് എന്ന് പറയുന്നത് എന്തിനാണ്? അക്യുമുലേറ്ററിൻ്റെ റിസൾട്ടിൻ്റെ സ്റ്റാറ്റസ് നോക്കാം. റിസൾട്ടിൻ്റെ സ്റ്റാറ്റസ് നോക്കാനാണ്. അതായത് ക്യാരി ഉണ്ടോ, റിസൾട്ടിൻ്റെ സ്റ്റാറ്റസ് ആണല്ലേ, ക്യാരി വന്നിട്ടുണ്ടോ ഇല്ലയോ. അതുപോലെ പാരിറ്റി, ഈവൻ പാരിറ്റി ആണോ ഓഡ് പാരിറ്റി ആണോ, റിസൾട്ട് 0 ആണോ അല്ലയോ, റിസൾട്ട് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ, അങ്ങനെയുള്ള സ്റ്റാറ്റസ് നോക്കാൻ, അക്യുമുലേറ്ററിൻ്റെ ഉള്ള റിസൾട്ടിൻ്റെ സ്റ്റാറ്റസ് നോക്കാൻ വേണ്ടിയാണ് ഫ്ലാഗ് രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്. അതൊരു സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്ററാണ്. അതുപോലെ മറ്റൊരു സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്ററാണ് അക്യുമുലേറ്റർ. അക്യുമുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്തിനാണ്? അരിത്തമാറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്തു കഴിഞ്ഞാൽ അതിൽ റിസൾട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനാണ്. അതുപോലെ നമ്മളൊരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ അതിലെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് അക്യുമുലേറ്ററിലായിരിക്കണം. ഓക്കെ, അക്യുമുലേറ്ററിലായിരിക്കണം നമ്മൾ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻ്റെ ഒരു ഇൻപുട്ട്. അതാണ് അക്യുമുലേറ്ററിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് അതിനെ സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റർ എന്ന് പറയുന്നത്. കാരണം അങ്ങനെയുള്ള ചില സ്പെസിഫിക് ആയിട്ടുള്ള പർപ്പസ് ആർക്കുണ്ട്? അക്യുമുലേറ്ററിനുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്ന സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആണ് സ്റ്റാക്ക് പോയിൻറ്ററും പ്രോഗ്രാം കൗണ്ടറും. സ്റ്റാക്ക് പോയിൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സ്റ്റാക്കിനകത്ത് ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കും അല്ലേ. അപ്പോൾ ലാസ്റ്റായിട്ട് അല്ലെങ്കിൽ റിസൻ്റായിട്ട് നമ്മൾ ഏത് ഡാറ്റയാണോ സ്റ്റോർ ചെയ്ത് വെച്ചത് ആ ഡാറ്റയുടെ ലൊക്കേഷൻ അതിലേക്ക് പോയിൻ്റ് ചെയ്യുക, സ്റ്റാക്കിലേക്ക് പോയിൻ്റ് ചെയ്യുക, സ്റ്റാക്കിലേക്ക് പോയിൻ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ നമ്മൾ റിസൻ്റായിട്ട് സ്റ്റാക്കിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ച ഡാറ്റയുടെ അഡ്രസ്സ് അതാണ് എന്തിലുണ്ടാവുക? സ്റ്റാക്ക് പോയിൻ്ററിനകത്ത് ഉണ്ടാവുക. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് പ്രോഗ്രാം കൗണ്ടർ. പ്രോഗ്രാം കൗണ്ടറിൽ എന്താണ് ഉണ്ടാവുക? നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ ഏതാണോ അതാണ് പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടാവുക. നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ ഏതാണോ അതാണ് പ്രോഗ്രാം കൗണ്ടറിനകത്ത് ഉണ്ടാവുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ടെമ്പററി രജിസ്റ്റർ. ടെമ്പററി രജിസ്റ്റേഴ്സാണ് W ആൻഡ് Z. W, Z എന്താണ്? ടെമ്പററി രജിസ്റ്ററാണ്. ടെമ്പററി രജിസ്റ്റേഴ്സ് മൈക്രോപ്രൊസസർ ഇൻറ്റേർണലി യൂസ് ചെയ്യുന്നതാണ്. അതൊരിക്കലും യൂസറിന് ആക്സസിബിൾ അല്ല. അതുപോലെ വരുന്നതാണ് ടെമ്പററി ഡാറ്റ രജിസ്റ്റർ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ എയിലെയും ബിയിലെയും, അതായത് അക്യുമുലേറ്ററിലെയും ബി എന്ന് പറഞ്ഞ രജിസ്റ്ററിലെയും കണ്ടൻറ്റ് ആഡ് ചെയ്യണം എന്നൊരു ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ ഒരു ഇൻപുട്ട് എപ്പോഴും എന്തിലായിരിക്കണം ഉണ്ടാവേണ്ടത്? അക്യുമുലേറ്ററിലാണ് അല്ലേ. അപ്പോൾ ഒരു ഇൻപുട്ട് എന്തിലുണ്ടായിരിക്കും? അക്യുമുലേറ്ററിന് ഉണ്ടായിരിക്കും. മറ്റേ ഇൻപുട്ട് ഏതിലാണുള്ളത്? ടെമ്പററി രജിസ്റ്ററായ ബിയിലാണുള്ളത്. അപ്പോൾ രജിസ്റ്ററിൽ നിന്ന് നേരെ അത് എങ്ങോട്ട് കൊടുക്കുന്നു? ഡാറ്റാ ബസ്സിലേക്ക് കൊടുക്കുന്നു. ഡാറ്റാ ബസ് അത് ടെമ്പററി രജിസ്റ്ററിനകത്ത് ആ ഒരു ലൈറ്റ് ഓറഞ്ച് കളറിൽ കണ്ടിട്ടില്ലേ ടെമ്പററി രജിസ്റ്റർ? ആ ടെമ്പററി രജിസ്റ്ററിനകത്തേക്ക് കൊടുക്കുന്നു. അത് യൂണി ഡയറക്ഷണൽ ബസ്സാണ്, ഒറ്റ ഡയറക്ഷണലേ ഉള്ളൂ. അതായത് തിരിച്ചു പോകുന്നില്ല, രജിസ്റ്ററിലേക്ക് മാത്രമേ വരേണ്ട ആവശ്യമുള്ളൂ, തിരിച്ച് അങ്ങോട്ട് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല അതിലെ ഡാറ്റ. അതുകൊണ്ടാണ് യൂണി ഡയറക്ഷണൽ കൊടുത്തിട്ടുള്ളത്. സോ ടെമ്പററി രജിസ്റ്ററിലേക്ക് ബിയിലെ കണ്ടൻറ്റ് കൊടുക്കുന്നു. അപ്പോൾ അക്യുമുലേറ്ററിലെ കണ്ടൻറ്റും ടെമ്പററി രജിസ്റ്ററിലെ കണ്ടൻറ്റും കൂടെ നേരെ എങ്ങോട്ടാണ് പോകുന്നത്? ALUവിൻ്റെ ഇൻപുട്ടായിട്ടാണ് വരുന്നത് അല്ലേ. ALUവിലേക്ക് കൊടുക്കുമ്പോൾ ALUവിൽ വെച്ച് എന്ത് ചെയ്യുന്നു? അരിത്തമാറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നു അല്ലേ. അരിത്തമാറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാറ്റസ് ഏതിൽ കാണും? ഫ്ലാഗിൽ കാണും
അതുപോലെ ALUവിൽ പെർഫോം ചെയ്ത റിസൾട്ട് ഏതിലാണ് സ്റ്റോർ ചെയ്യുക? അക്യുമുലേറ്ററിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യും. ഈ ALUവിലെ റിസൾട്ട് നേരെ 8-bit ഇൻറ്റേർണൽ ഡാറ്റാബേസിലേക്ക് പോകുന്നുണ്ട്. അതിലേക്ക് പോയിട്ട് നേരെ എങ്ങോട്ട് പോകും? അക്യുമുലേറ്ററിലേക്ക് റിസൾട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞാൽ അല്ലേ, ഫെച്ച് ചെയ്യണം, ഡീകോഡ് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്കൊരു ഇൻസ്ട്രക്ഷൻ, ഒരു അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞു, മെമ്മറിയിലെ ഒരു അഡ്രസ്സിൽ നിന്ന് ആ പറഞ്ഞ അഡ്രസ്സിൽ നിന്ന് ഡാറ്റ എടുത്തു, അതായത് ഇൻസ്ട്രക്ഷൻ എടുത്ത് ഡാറ്റാബേസിൽ വെക്കുന്നു അല്ലേ, 8-bit ഇൻറ്റേർണൽ ഡാറ്റാബേസിൽ വെക്കുന്നു പറഞ്ഞു. ആ 8-bit ഇൻറ്റേർണൽ ഡാറ്റാബേസിൽ വെച്ച സാധനം വെച്ച ഡാറ്റ കണ്ടന്റ് എന്താണോ അത് എന്ത് ചെയ്യുന്നു? നേരെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്കാണ് വരിക. ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് കണ്ടോ, യൂണി ഡയറക്ഷണൽ ബസ് കണ്ടില്ലേ, അതിലേക്ക് കൊടുക്കുന്നു. ഗ്രീൻ കളറിൽ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ കണ്ടില്ലേ, അതിലേക്ക് കൊടുക്കുന്നു ഇൻസ്ട്രക്ഷൻ. അതിൽ നിന്ന് നേരെ എങ്ങോട്ട് കൊടുക്കുന്നു? ഇൻസ്ട്രക്ഷൻ ഡീകോഡറിലേക്ക് കൊടുക്കുന്നു. ഇൻസ്ട്രക്ഷൻ ഡീകോഡർ എന്ത് ചെയ്യുന്നു? ആ ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യും. അതായത് എന്താണ് ചെയ്യേണ്ടത്, എന്ത് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് അതെന്ത് ചെയ്യുന്നു? ഡീകോഡ് ചെയ്യും. ഓക്കെ, അതുപോലെ അതിൽ വരുന്ന മറ്റൊന്നാണ് മെഷീൻ സൈക്കിൾ ബഫർ. എന്താണ് മൈക്രോ പ്രോസസ്സറിൽ നടക്കുന്നത് എന്നുള്ളതാണ് മെഷീൻ സൈക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻസ്ട്രക്ഷൻ ഡീകോഡറിൻ്റെ കൂടെ തന്നെ വരുന്നതാണ്. അതായത് റീഡിംഗ് ആണോ അല്ലെങ്കിൽ റൈറ്റിംഗ് ആണോ നടക്കുന്നത്, അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുകയാണോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ വരിക, മെഷീൻ സൈക്കിൾ. ദെൻ ആ ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്ത് വരുന്ന റിസൾട്ട് നേരെ എങ്ങോട്ടാണ് പോകുന്നത്? ടൈമിംഗ് ആൻഡ് കൺട്രോൾ സർക്യൂട്ടിലേക്ക്. ഇൻസ്ട്രക്ഷൻ ഡീകോഡറിൽ നിന്ന് വരുന്ന റിസൾട്ട് നേരെ എങ്ങോട്ടാണ് പോകുന്നത്? ടൈമിംഗ് ആൻഡ് കൺട്രോൾ സർക്യൂട്ടിലേക്ക് പോകുന്നു. ടൈമിംഗ് ആൻഡ് കൺട്രോൾ സർക്യൂട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ഈ ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ട എന്ത് കിട്ടുന്നു? സിഗ്നൽസൊക്കെ കിട്ടുന്നു. ഓക്കെ, സിഗ്നൽസൊക്കെ കിട്ടുന്നു. അത് നമുക്ക് കൂടുതലായിട്ട് പിൻ ഡയഗ്രാം പഠിക്കുമ്പോൾ പഠിക്കാം, ഈ സിഗ്നൽസൊക്കെ ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ തൽക്കാലം ഫങ്ഷണൽ യൂണിറ്റ്സ് മാത്രം നോക്കുക. ഓക്കെ, അപ്പോൾ അത്രയാണ് അതിൽ പറയുന്നത്. ദെൻ ഇവിടെ നമ്മൾ രജിസ്റ്ററിൻ്റെ താഴെയായിട്ട് ഇൻക്രിമെൻറ്റർ ഓർ ഡിക്രിമെൻറ്റർ എന്ന് കാണുന്നുണ്ട് അല്ലേ. എന്താണ് ഈ ഇൻക്രിമെൻറ്റർ ഓർ ഡിക്രിമെൻറ്റർ എന്ന് പറയുന്നത്? സ്റ്റാക്ക് പോയിൻറ്ററും പ്രോഗ്രാം കൗണ്ടറും എന്ത് ചെയ്യണം? ഇൻക്രിമെൻറ്റ് ചെയ്യണം അല്ലേ. അത് സ്റ്റാക്ക് പോയിൻറ്ററിലേക്ക് ഒരു പുതിയ ഡാറ്റ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാക്ക് പോയിൻറ്റർ ഇൻക്രിമെൻറ്റ് ചെയ്യണം. അതുപോലെ പ്രോഗ്രാം കൗണ്ടറിൽ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ ഏതാണോ അതിൻ്റെ അഡ്രസ്സ് വേണം അല്ലേ സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ അവിടെയും ഒരു ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. ചില കേസിൽ എന്ത് ചെയ്യണം? ഡിക്രിമെൻറ്റ് ചെയ്യേണ്ട ആവശ്യവും വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ് അവിടെ ഉള്ളത്. ഓക്കെ, അതിന് രജിസ്റ്ററിന് താഴെയായിട്ട് ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ് കൊടുത്തിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടാണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് അഡ്രസ് ബഫർ. അതിൻ്റെ താഴെ വരുന്നതാണ് അഡ്രസ് ബഫർ. നമുക്കറിയാം അഡ്രസ് ബസ് എന്ന് പറയുന്നത് 16 ബിറ്റാണ്. അതുപോലെ ഡാറ്റാ ബസ് എന്ന് പറയുന്നത് എത്ര ബിറ്റാണ്? 8 ബിറ്റും ആണ്. ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് അഡ്രസ് ബസ് മൾട്ടിപ്ലക്സ് ചെയ്തിട്ട് കാണാം. AD0 to AD7 എന്ന് കാണാം. ഇതിപ്പോൾ നമ്മൾ മൈക്രോ പ്രോസസ്സറും മെമ്മറിയും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൈക്രോ പ്രോസസ്സറിന് മെമ്മറിയിലേക്ക് 16 ബിറ്റ് അഡ്രസ്സ് കൊടുക്കും. ആ മെമ്മറിയിലെ ആ ഒരു ലൊക്കേഷൻ ഏതാണോ ആ ലൊക്കേഷനിൽ കണ്ടൻറ്റ് എന്താണോ അത് ഡാറ്റാ ബസ്സിലൂടെ 8-bit ഡാറ്റാ ബസ്സിലൂടെ മൈക്രോ പ്രോസസ്സറിന് തിരിച്ചു കൊടുക്കുകയും ചെയ്യും മെമ്മറി അല്ലേ. അതായത് മൈക്രോ പ്രോസസ്സറിൽ നിന്ന് മെമ്മറിയിലേക്ക് മാത്രമാണ് 16-bit ഡാറ്റാ ബസ് പോകുന്നത്. യൂണി ഡയറക്ഷണലാണ്. മൈക്രോ പ്രോസസ്സറിൽ നിന്ന് മെമ്മറിക്ക് മാത്രമാണല്ലോ അഡ്രസ്സ് ഉള്ളത്. അപ്പോൾ മൈക്രോ പ്രോസസ്സറിൽ നിന്ന് മെമ്മറിയിലേക്കാണ് ബസ് പോവുക. 16-bit ബസ്സാണ്, 16-bit അഡ്രസ് ബസ്. അതുപോലെ മെമ്മറിയിലെ കണ്ടൻറ്റ് 8-bit കണ്ടൻറ്റ് ഡാറ്റാ ബസ്സിലേക്ക് കൊടുക്കുന്നു. ഡാറ്റാ ബസ് 8-bit ആണല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ രണ്ടിനെയും കൂടെ മൾട്ടിപ്ലക്സ് ചെയ്തിട്ട് ഒറ്റ ബസ്സായിട്ട് കൊടുക്കാം. അതാണ് അവിടെ ഡാറ്റ ആൻഡ് അഡ്രസ് ബഫർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ബഫർ എന്ന് പറഞ്ഞാൽ ബസ്സിനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ബഫർ എന്ന് പറയുന്നത്. അപ്പോൾ അഡ്രസ് ബസ് 8-bit ഡാറ്റാ ബസ് എത്രയാണ്? അഡ്രസ് ബസ് 16-bit ഡാറ്റാ ബസ് 8-bit ആണെന്ന് നമുക്കറിയാം. അപ്പോൾ മൈക്രോ പ്രോസസ്സറിൽ നിന്ന് മെമ്മറിയിലേക്ക് 16-bit അഡ്രസ്സ് പോകുന്നു. അതുപോലെ മെമ്മറിയിൽ നിന്ന് മൈക്രോ പ്രോസസ്സറിലേക്കും മൈക്രോ പ്രോസസ്സറിൽ നിന്ന് മെമ്മറിയിലേക്കുമായിട്ട് 8-bit ഡാറ്റാ ബസ്സും അതിനിടയിൽ കളിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിതിനെ രണ്ടിനെയും കൂടെ, അതായത് 16-bitനെയും 8-bitനെയും കൂടെ ഒന്നിച്ച് 8-bit ആക്കി കൊടുക്കാം. ഇത് 16-bit എന്ന് പറഞ്ഞാൽ അതിൽ 8 ബിറ്റ് വരുന്നുണ്ടല്ലോ.
അതിനെ എടുക്കുക. അതുപോലെ 8-bit ഡാറ്റ ബസ്സിൽ ഫുൾ 8 ബിറ്റും എടുക്കുക. എന്നിട്ടാണ് AD0 to AD7 എന്ന് കൊടുക്കുന്നത്. അത് മൾട്ടിപ്ലക്സ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ആ അഡ്രസ് ലൈൻസ് എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ലൈൻസിൻ്റെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്, മൾട്ടിപ്ലക്സ് ചെയ്ത് കൊടുക്കുന്നത്. എങ്ങനെയായാലും ആദ്യം അഡ്രസ്സ് എടുക്കും, അത് കഴിഞ്ഞിട്ടല്ലേ ഡാറ്റ കൊടുക്കുകയുള്ളൂ. അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ ആ അഡ്രസ്സിലെ ഡാറ്റയല്ലേ കൊടുക്കുക. അപ്പോൾ ആദ്യം അഡ്രസ്സ് പിന്നെ ഡാറ്റയല്ലേ വരിക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അങ്ങനെ കമ്പൈൻ ചെയ്ത് കൊടുക്കുക. AD0 to AD7 എന്ന് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അഡ്രസ്സ് എങ്ങനെയാണ് വരിക, അഡ്രസ്സ് മാത്രമായിട്ട് വരുമ്പോൾ, അഡ്രസ് ബസ് മാത്രമായിട്ട് കൊടുക്കുമ്പോൾ അഡ്രസ് ബഫറിൻ്റെ താഴെ കണ്ടില്ലേ A8 to A15, അതായത് 8 ബിറ്റ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ മൾട്ടിപ്ലക്സ് ചെയ്ത അഡ്രസ്സാണ് ഡാറ്റ ആൻഡ് അഡ്രസ് ബഫറിൻ്റെ താഴെയായിട്ട് ഡാറ്റ അഡ്രസ് ബസ് AD0 to AD7 എന്ന് കൊടുത്തിട്ടുള്ളത്. ബഫർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ബസ്സിനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അഡ്രസ് ബഫർ എന്ന് പറയുമ്പോൾ 8 ബിറ്റാണ്, യൂണിഡയറക്ഷണൽ ആണ്. യൂണിഡയറക്ഷണൽ എന്ന് പറഞ്ഞാൽ കാര്യം നേരത്തെ പറഞ്ഞല്ലോ, മൈക്രോ പ്രൊസസ്സറിൽ നിന്ന് മെമ്മറിയിലേക്ക് മാത്രമേ ഉള്ളൂ, മെമ്മറിക്ക് മാത്രമല്ലേ അഡ്രസ്സ് ഉള്ളൂ. അപ്പോൾ മൈക്രോ പ്രൊസസ്സറിൽ നിന്ന് മെമ്മറിയിലേക്ക് മെമ്മറിയുടെ ഒരു അഡ്രസ്സാണ് കൊടുക്കുന്നത്, ഏത് അഡ്രസ്സിനാണ് ഡാറ്റ എടുക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് യൂണിഡയറക്ഷണലാണ്. അത് ചെയ്യുന്നത് ഹൈ ഓർഡർ അഡ്രസ് ബസ്സിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് A15 to A8 അല്ലെങ്കിൽ A8 to A15 ആയിട്ടുള്ള ഹൈ ഓർഡർ അഡ്രസ് ബസ്സിനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഡ്രസ് ബഫർ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഡാറ്റ ആൻഡ് അഡ്രസ് ബഫർ എന്ന് പറയുമ്പോൾ അതെന്തിനാണ്, 8 ബിറ്റാണ്, ബൈ ഡയറക്ഷണലാണ്, ഡാറ്റയും കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് അതെന്താണ്, ബൈ ഡയറക്ഷണലാണ്. അതുപോലെ ലോ ഓർഡർ അഡ്രസ് A7 to A0യും ഹൈ ഓർഡർ അഡ്രസ് ബസ് D7 to D0യും ആണ് അതിൽ വരിക. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് ഒന്നിച്ച് മൾട്ടിപ്ലക്സ് ചെയ്ത് പറയുമ്പോൾ AD0 to AD7 എന്ന് പറയാം അല്ലേ, AD0 to AD7 എന്ന് പറയാം. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അത് കൊടുക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ലൈൻസിൻ്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമാണ് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ വർക്കിംഗ് പറഞ്ഞു, ഫെച്ച് ചെയ്യണം, ഡിക്കോഡ് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് വേണ്ട അഡ്രസ്സ് ഉള്ളത് പ്രോഗ്രാം കൗണ്ടറിലായിരിക്കും. ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ട ഏത് ഇൻസ്ട്രക്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ള ആ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് പ്രോഗ്രാം കൗണ്ടറിലാണ് ഉണ്ടാവുക. പ്രോഗ്രാം കൗണ്ടറിൽ നിന്ന് ആ ഇൻസ്ട്രക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യണം, ഇൻക്രിമെൻറ്റ് ചെയ്യണം. ദെൻ കിട്ടിയ ലൊക്കേഷന് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുന്നു. ഏത് ലൊക്കേഷനിൽ നിന്നാണോ ഇൻസ്ട്രക്ഷൻ എടുക്കേണ്ടതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നു, ആ ഒരു ലൊക്കേഷനിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ എടുത്തിട്ട് 8-bit ഡാറ്റ ബസ്സിലേക്ക് കൊടുക്കുന്നു. ഇത് നമ്മുടെ രജിസ്റ്ററിൻ്റെ ഒരു ഷോർട്ട് ഫിഗറാണ്. ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ, മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻറ്റേർണൽ ബസ് വഴി എന്ത് ചെയ്യുന്നു, ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് കൊടുക്കുന്നു. 8-bit ബസ് വഴി ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് എത്തുന്നു. അത് കഴിഞ്ഞാൽ അവിടെ ഫെച്ചിങ് കംപ്ലീറ്റ് ആയി. ഓക്കെ, അതായത് മെമ്മറിയിൽ നിന്നുള്ള ഒരു വരവ് നിന്നു. അതായത് ഇൻസ്ട്രക്ഷൻ എവിടെ എത്തി, ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചു. ദെൻ അത് കഴിഞ്ഞാൽ അതെന്താണ് ചെയ്യുന്നത്, ഇൻസ്ട്രക്ഷൻ ഡീകോഡറിലേക്കാണ് കൊടുക്കുന്നത് അല്ലേ. അതായത് നമുക്ക് ഫെച്ച് ചെയ്ത ഇൻസ്ട്രക്ഷൻ, അതായത് ഓപ്പ് കോഡ് എന്താണ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യും, അനലൈസ് ചെയ്യും ഡീകോഡർ. അങ്ങനെ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ, മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാം കൗണ്ടർ അവിടെ ഇൻക്രിമെൻറ്റ് ചെയ്യണം, നേരത്തെ പറഞ്ഞു, എങ്കിലേ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ കിട്ടുള്ളൂ. ദെൻ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത ഇൻസ്ട്രക്ഷന് ഫെച്ച് ചെയ്യാൻ പറ്റും. ഇത് ആ ഒരു ഇൻസ്ട്രക്ഷൻ ഫെച്ചിങ്ങിൻ്റെയും ഡീകോഡിങ്ങിൻ്റെയും ഒക്കെ ഉള്ള ഒരു ഭാഗമാണ്. ഈ ഒരു സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നേരെ കൺട്രോൾ സിഗ്നൽസ് ടൈമിംഗ് ആൻഡ് കൺട്രോൾ സർക്യൂട്ട്സിൽ നിന്നാണ് പോകുന്നത്. അതായത് ലൈൻസ്, പിൻ ഡയഗ്രാം, പിൻസൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, റെഡി, റീഡ്, റൈറ്റ്, ALE, S0, S1 അങ്ങനെ കുറേ സിഗ്നൽസ് പോകുന്നുണ്ട്. ടൈമിംഗ് ആൻഡ് കൺട്രോൾ സിഗ്നലിൽ നിന്നുള്ള ആ ഒരു പാർട്ടിൽ നിന്ന്, ടൈമിംഗ് ആൻഡ് കൺട്രോൾ സർക്യൂട്ട് എന്ന ഒരു ഭാഗത്ത് നിന്ന്, അത് നമുക്ക് പിൻ ഡയഗ്രാം പഠിക്കുമ്പോൾ കൂടുതലായിട്ട് പഠിക്കാം. ഇനി സപ്പോസ് നമുക്കൊരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം, ആഡ് A and B. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഒന്നും കൂടെ പറയാം. A and B എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ A എന്ന് പറയുന്ന കണ്ടൻറ്റ് അക്യുമുലേറ്ററിലാണ് ഉണ്ടാവുക. രണ്ടാമത്തെ കണ്ടൻറ്റ് B ആണ്. അത് ഏതിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു, ടെമ്പററി ഡാറ്റ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നു. ഡീകോഡ് ചെയ്യുമ്പോൾ നമ്മൾ ആഡ് B എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആഡ് B എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്ററിലെ കണ്ടൻറ്റുമായിട്ട് എയിലെ കണ്ടൻറ്റ് ആഡ് ചെയ്യാം. ആഡ് B എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്ററിലെ കണ്ടൻറ്റുമായിട്ട് നമ്മുടെ ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞുള്ള Bയിലെ കണ്ടൻറ്റ് ആഡ് ചെയ്യുക. സോറി, മാറിപ്പോയതാണ്. ആഡ് B എന്ന് പറയുമ്പോൾ എന്താണ്, എയിൽ ഒരു
ഡാറ്റ ഉണ്ടായിരിക്കും. ആ ഡാറ്റയും ബിയിലെ ഡാറ്റയും കൂടെ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഉണ്ടാവുക. ഡീകോഡ് ചെയ്യുമ്പോൾ ആഡ് ബി എന്ന് മാത്രമേ പറയുള്ളൂ, അല്ലാതെ ആഡ് എ പ്ലസ് ബി എന്നോ അല്ലെങ്കിൽ ആഡ് എ കോമ ബി എന്നോ പറയില്ല. ആഡ് ബി എന്ന് മാത്രമേ പറയുള്ളൂ. അങ്ങനെ ചെയ്താൽ തന്നെ മൈക്രോ പ്രോസസ്സറിന് മനസ്സിലാവും ഒരു കണ്ടൻറ്റ് അക്യുമുലേറ്ററിലാണ് എന്നുള്ളത്. ഒരു ഇൻപുട്ട് എപ്പോഴും എവിടെ ആയിരിക്കണം? അക്യുമുലേറ്ററിലായിരിക്കണം. നേരത്തെ പറഞ്ഞല്ലോ, റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്യും? അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യും. അതുപോലെ ആഡ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? അക്യുമുലേറ്ററിലെ കണ്ടൻറ്റും സിയിലെ കണ്ടൻറ്റും കൂടെ ആഡ് ചെയ്യുക, റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്യുക? എയിൽ സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ക്യുമുലേറ്റീവ് ആക്ഷൻ നടക്കുന്നത് കൊണ്ട് ആണ് എ എന്ന രജിസ്റ്ററിനെ നമ്മൾ അക്യുമുലേറ്റർ എന്ന് പറയാൻ കാരണം. ഒരു ക്യുമുലേറ്റീവ് ആക്ഷൻ ആണല്ലോ, അതുകൊണ്ടാണ് അക്യുമുലേറ്റർ എന്ന് പറയാൻ കാരണം. ടൈമിംഗ് ആൻഡ് കൺട്രോൾ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്തിനാണ്? സിഗ്നൽസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അക്യുമുലേറ്ററിന് സിഗ്നൽസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കറക്റ്റായിട്ട് എക്സിക്യൂഷനൊക്കെ നടക്കാൻ വേണ്ടിയിട്ടുള്ള സിഗ്നൽസും ടൈമിങ്ങൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ടൈമിംഗ് ആൻഡ് കൺട്രോൾ സർക്യൂട്ട് ഉള്ളത്. രജിസ്റ്റർ സെലക്റ്റിലേക്കും പോകുന്നുണ്ട് ടൈമിംഗ് ആൻഡ് കൺട്രോൾ സിഗ്നൽ. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഏത് രജിസ്റ്ററാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈമിംഗ് ആൻഡ് കൺട്രോൾ സർക്യൂട്ടിൽ നിന്ന് രജിസ്റ്റർ സെലക്റ്റിലേക്ക് സിഗ്നൽ പോകുന്നുണ്ട്. ഏത് രജിസ്റ്ററാണ് സെലക്ട് ചെയ്യേണ്ടത് അങ്ങനെ മനസ്സിലായാൽ ഏത് രജിസ്റ്ററിൽ കണ്ടൻറ്റ് എടുക്കണം എന്നുള്ളത് അറിയുള്ളൂ അല്ലേ. ഏത് രജിസ്റ്ററിൽ വേണമെങ്കിലും ആവാൻ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ പെർട്ടിക്കുലർ രജിസ്റ്റർ ഏതാണെന്നുള്ളത് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു സിഗ്നൽ കിട്ടണം. അങ്ങനെ ഡാറ്റ ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ എന്ത് ചെയ്യുന്നു? ആ രജിസ്റ്ററിലെ ഡാറ്റ എന്ത് ചെയ്യുന്നു? ടെമ്പററി രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നു. അവിടെ നിന്നാണ് ALU എടുക്കുന്നത് അല്ലേ, നമ്മൾ ആർക്കിടെക്ചറിൽ പറഞ്ഞു. അതുപോലെ എ പ്രോഗ്രാമർ ക്യാൻ ഓൺലി ആക്സസ് ജനറൽ പർപ്പസ് രജിസ്റ്റർ ആസ് ടെമ്പററി രജിസ്റ്റർ ഈസ് യൂസ്ഡ് ബൈ പ്രോസസർ ടു ഹോൾഡ് സെക്കൻഡ് ഓപ്പറാൻഡ് ഓഫ് ദ ഓപ്പറേഷൻ. അതായത് പ്രോഗ്രാമറിന് ജനറൽ പർപ്പസ് രജിസ്റ്റർ എടുക്കാം. A programmer can only access the general purpose register as the temporary register is used by processor. അതായത് ടെമ്പററി രജിസ്റ്റർ ഓൾറെഡി ഇപ്പോൾ പ്രോസസ്സർ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് ടെമ്പററി രജിസ്റ്ററിനകത്ത് എന്താണ് യൂസ് ചെയ്യുന്നത്? സെക്കൻഡ് ഓപ്പറാൻഡാണ്. നമ്മളിപ്പോൾ എയിലും ബിയിലെയും കണ്ടൻറ്റ് ആഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ബിയിലെ കണ്ടൻറ്റ് നമ്മൾ എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചത്? സെക്കൻഡ് ഓപ്പറാൻഡ് എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചത്? ടെമ്പററി രജിസ്റ്ററിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചത്. അതുകൊണ്ട് പ്രോഗ്രാമറിന് ഏതേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ? ജനറൽ പർപ്പസ് രജിസ്റ്ററെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ടെമ്പററി രജിസ്റ്റർ ഒരിക്കലും യൂസറിന് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അത് ഇൻറ്റേർണലി നടക്കുന്നതാണ്. നമ്മൾ രണ്ടും ആഡ് ചെയ്യാൻ പറഞ്ഞാലും ഇൻറ്റേർണലി ആണ് അത് എന്തിലേക്ക് കൊടുക്കുന്നത്? ടെമ്പററി ഡാറ്റ രജിസ്റ്ററിലേക്ക് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ അതെന്താണ്? ഇൻറ്റേർണലി ചെയ്യുന്ന പെർഫോമൻസ് ആണ്, യൂസറിന് ആക്സസിബിൾ അല്ല. ഇനി വൺസ് ദ ഓപ്പറേഷൻ ഈസ് എക്സിക്യൂട്ടഡ്, ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് എന്ത് ചെയ്യുന്നു? അക്യുമുലേറ്ററിലേക്ക് ഡാറ്റാബേസ് വഴി അക്യുമുലേറ്ററിലേക്ക് എത്തുന്നു. അങ്ങനെ അക്യുമുലേറ്ററിലേക്ക് റിസൾട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്ത് ചെയ്യുക? ഫ്ലാഗ് രജിസ്റ്റർ ഉണ്ട്. ഫ്ലാഗ് രജിസ്റ്ററിൽ എന്തുണ്ട്? റിസൾട്ട് ഉണ്ട്. റിസൾട്ടിൻ്റെ സ്റ്റാറ്റസ് ഉണ്ട്. അങ്ങനെ റിസൾട്ടിൻ്റെ സ്റ്റാറ്റസ് നോക്കാം. അതായത് പോസിറ്റീവാണോ നെഗറ്റീവാണോ, പാരിറ്റി ഉണ്ടോ ഇല്ലയോ, 0 ആണോ, റിസൾട്ട് 0 ആണോ, അങ്ങനെയുള്ളതൊക്കെ നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം? ഫ്ലാഗ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യാം. സ്റ്റാറ്റസ് ആണ് ഫ്ലാഗ് രജിസ്റ്ററിൻ്റെ സ്റ്റാറ്റസ് ആണുള്ളത്. ഓരോ എക്സിക്യൂഷൻ കഴിഞ്ഞാൽ, ഓരോ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലും ഫ്ലാഗ് രജിസ്റ്ററിൻ്റെ സ്റ്റാറ്റസ് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, അപ്പോൾ ALU റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാറ്റസും അതിനനുസരിച്ച് ഓരോ ഓപ്പറേഷൻ അനുസരിച്ച് സൈമൾട്ടേനിയസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. ദെൻ ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ് അഡ്രസ് ലാച്ച്, ആ രജിസ്റ്റർ സെലക്റ്റിന് താഴെയായിട്ട് നമ്മൾ കാണിച്ചല്ലോ ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? 16-bit രജിസ്റ്ററാണ്. അത് പ്രോഗ്രാം കൗണ്ടറിലെയും സ്റ്റാക്ക് പോയിൻ്ററിലെയും കണ്ടൻറ്റ് ഇൻക്രിമെൻറ്റ് ചെയ്യാനും ഡിക്രിമെൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്രയാണ് നമ്മൾ ഈ ഒരു ഭാഗത്തിൽ പറയുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗമുണ്ട് ഇൻറ്ററപ്റ്റ് കൺട്രോളും സീരിയൽ IO കൺട്രോളും ഡാറ്റാബേസിൻ്റെ മുകളിലായിട്ട്. അത് നെക്സ്റ്റ് പാർട്ടായിട്ട് നമുക്ക് പഠിക്കാം. ഇത് ആർക്കിടെക്ചറിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. ഓക്കെ.